ആഴ്ചകളായി സംസ്ഥാന പോലീസിനെയും ക്രമസമാധാന പാലന സംവിധാനങ്ങളെയും സൈബർ ലോകത്തിരുന്ന് പരസ്യമായി വെല്ലുവിളിച്ച് വിവാദ കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കിയുടെ ഒളിവു ജീവിതത്തിന് അന്ത്യം. കണ്ണൂർ നഗരത്തിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ അതിസാഹസികമായി ഇരച്ചുകയറിയ ആലുവ റൂറൽ SP സ്ക്വാഡും കണ്ണൂർ ടൗൺ പോലീസും ചേർന്നാണ് ഇയാളെ വലയിലാക്കിയത്. കണ്ണൂർ റേഞ്ച് DIG-ആയി അടുത്തിടെ ചുമതലയേറ്റ K കാർത്തികിന്റെ തന്ത്രപരമായ നീക്കങ്ങളും പഴുതടച്ച ഏകോപനവുമാണ് മണിക്കൂറുകൾക്കുള്ളിൽ ആയങ്കിയുടെ തടവറയൊരുക്കിയത്. സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനെ നിരന്തരം പരിഹസിച്ചും ഭീഷണിപ്പെടുത്തിയും നയിച്ച ഒളിവു ജീവിതം ഇനി ഞായറാഴ്ചയിലേക്ക് നീളരുതെന്ന കടുത്ത നിഷേധാർഢ്യത്തിലായിരുന്നു DIG K കാർത്തിക്. കേസിന്റെ ആഴവും വ്യാപ്തിയും മുൻനിർത്തി ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടെ നീങ്ങിയ അന്വേഷണ സംഘം പ്രതിയെ ശനിയാഴ്ച അർദ്ധരാത്രി തന്നെ കസ്റ്റഡിയിലെടുക്കാൻ തികച്ചും വിപ്ലവാത്മകമായ പോലീസ് ഓപ്പറേഷനാണ് കണ്ണൂർ നഗരമധ്യത്തിൽ കാഴ്ചവെച്ചത്. നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന കുറ്റവാളികൾക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ മിന്നൽ അറസ്റ്റിലൂടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ അധിക്ഷേപങ്ങൾക്കും രാഷ്ട്രീയ വിമർശനങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ ആഭ്യന്തര വകുപ്പിനായി. അതോടൊപ്പം ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയന്റെ കണിശമായ മാർഗനിർദ്ദേശങ്ങളും അന്വേഷണ ശൃംഖലയെ ഏകോപിപ്പിക്കുന്നതിൽ അതിനിർണായകമായ പങ്കുവഹിച്ചു. നാടകീയമായ അനുഭവങ്ങൾക്കാണ് അർദ്ധരാത്രി അപ്പാർട്ട്മെന്റ് പരിസരം സാക്ഷ്യം വഹിച്ചത്. വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നീക്കങ്ങൾ നടക്കുന്നതറിഞ്ഞ് കെട്ടിടത്തിന്റെ എല്ലാ എൻട്രി എക്സിറ്റ് വഴികളും പോലീസ് രഹസ്യമായി ഉപരോധിച്ചു. പരിശോധന ഉറപ്പായതോടെ അപ്പാർട്ട്മെന്റിന്റെ പിന്നിലെ വഴിയിലൂടെ ഇരുട്ടിൽ ഓടി രക്ഷപ്പെടാൻ ആയങ്കി ശ്രമിച്ചെങ്കിലും കാവൽ നിലയുറപ്പിച്ചിരുന്ന കണ്ണൂർ സ്ക്വാഡ് ഇയാളെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നീലയും കറുപ്പും കലർന്ന ടീഷർട്ടും അതിനു മുകളിലായി നീല നിറത്തിലുള്ള കോഡ്രോയുടെ ഷർട്ടും ധരിച്ചിരുന്ന ആയങ്കി പോലീസിന്റെ മിന്നൽ പ്രതിരോധത്തിൽ പൂർണ്ണമായും അമ്പരന്നുപോയി. അതീവ സുരക്ഷിത താവളമെന്ന് കരുതിയ അഭയം പ്രാപിച്ച ഫ്ളാറ്റിൽ പോലീസ് ഇരച്ചുകയറിയതോടെ എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കാൻ കഴിയാതെ ഇയാൾക്ക് കീഴടങ്ങേണ്ടി വന്നു. തൃശൂരിൽ നിന്നും പോലീസിന്റെ സർവ്വ നിരീക്ഷണ കണ്ണുകളെയും വെട്ടിച്ച് കണ്ണൂരിലേക്ക് ആയങ്കി നടത്തിയ യാത്ര ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു. 4 മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുകയും അവയെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് VPN വഴി വെർച്വൽ IP അഡ്രസ്സുകൾ ഉപയോഗിച്ചാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നത്. ഇതിനെ മറികടക്കാൻ മുംബൈ ഡൽഹി സൈബർ ടീമുകളുടെ വിദഗ്ധ സഹായം തേടിയാണ് പോലീസ് പ്രതിയുടെ ഡിജിറ്റൽ ഒളിത്താവളങ്ങൾ തകർത്തത്. ഓപ്പറേഷനിൽ ഏറ്റവും നിർണായകമായത് ആയങ്കിയുടെ സഹോദരനെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലാണ്. സഹോദരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാൾ സഞ്ചരിച്ച കാർ കണ്ണൂരിൽ നിന്നും കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചു. തുടർന്ന് നഗരത്തിലെ 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ച് ആയങ്കി താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് കൃത്യമായി